നല്ല രീതിയിൽ ബേബി ഹെയർസ് വളരാനും കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേ. ഒട്ടും സ്റ്റിക്കി ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത്രയും ബോട്ടിൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ബോട്ടിൽസ്? 2-4 ബോട്ടിൽസ് ഉപയോഗിച്ചപ്പോൾ പുള്ളിക്കാരത്തിൽ ബേബി ഹെയർസ് വന്നതാണ് കാണിച്ചത്. അല്പം ഉളുപ്പ് വേണ്ടേ ജാസ്മിനെ? നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ ജീവിക്കുന്നതെന്ന്. ഓക്കെ, പുള്ളി സ്റ്റിൽ ലുക്കിംഗ് ഫോർ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നു യാ എന്ന് പുള്ളി സംസാരിച്ച് പറയുന്നു. ഓക്കെ, അപ്പം അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇവനില്ല, ഇവന്റെ അക്കൗണ്ടിൽ അവളുമില്ല. ഓക്കെ, രണ്ടുപേരും തമ്മിൽ ചകടയായിരിക്കും. ജാസ്മിൻ ഡിസർവ് ദിസ് എന്ന് പറയുന്നു. ഓക്കെ, നോ, ഷീ ഡിസർവ് ബെറ്റർ ദാൻ ദിസ് പെണ്ണുങ്ങൾ ടൈപ്പ് ഗൈ. ഓക്കെ, ചെയ്യാൻ കൊടുത്തു. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഒട്ടും സ്റ്റിക്കിയോ ഓയിലോ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു മെറ്റൽ റോൾ ഓൺ ആപ്ലിക്കേറ്ററോട് കൂടി വരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള റോസ്മേരി, റെഡൻസിൽ, അനാഗെയിൻ, അമിനെക്സൽ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു 3 month ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ജസ്റ്റ് ഒരു പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ്. അടുത്ത് നേരത്തെ കാണിച്ച മറ്റേ ബേബി ഹെയർ ഇപ്പൊ കാണിച്ചിട്ട് അതേ ആഴ്ച വന്ന റിസൾട്ട്. കാരണം ഒരു മനുഷ്യൻ എങ്ങനെയാണ് 2 പ്രോഡക്റ്റ് ഒരു വീക്കിനിടയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് 2 സമയങ്ങളിലായിട്ട് ഈ ബേബി ഹെയർ ഒക്കെ വരുന്നത്? എടാ, ഇതൊക്കെ പറ്റിപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടും എന്തിനാടാ ഇതിലൊക്കെ ചെന്ന് വീണ്ടും വീഴുന്നത്? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ജാസ്മിൻ ജാഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനകത്ത് ഒരു വിഷയത്തിൽ ജാസ്മിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കും, മറ്റൊരു വിഷയത്തിൽ ഞാൻ ജാസ്മിനോട് ചോദ്യം ചോദിക്കും. ഈ 2 വിഷയങ്ങളും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം, നിങ്ങളിത് തുടക്കത്തിൽ ജസ്റ്റ് കണ്ടിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു, ഞാൻ ജാസ്മിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ള കാരണങ്ങളുണ്ട്, അഥവാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല ഈ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സംഭവം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിന്ന് ജാസ്മിനെ വിമർശിച്ചിട്ടുണ്ട്. അത് അവിടെ കഴിഞ്ഞു. ആ കുട്ടി അതിന് ശേഷം അവരുടെ ലൈഫ് അതിന് ശേഷം ഇറങ്ങിയ ഒരു കാര്യങ്ങളും വലിയ കോൺട്രവേഴ്സി പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൻ്റെ അകത്തും ഞാൻ കമൻറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പബ്ലിക് കമൻറ്റ് ബോക്സിൽ പബ്ലിക്കായിട്ട് തന്നെ വന്നൊരു കാര്യമാണ്. അത് ഒരു വല്ലാത്ത രീതിയിൽ ചിരി പടർത്തുന്ന രീതിയിലേക്കൊക്കെ വന്നു. ബട്ട് നമുക്ക് ആദ്യം അതിലേക്ക് തുടങ്ങിയിട്ട് നമുക്ക് രണ്ടാമത്തെ മെയിൻ വിഷയത്തിലേക്ക് പോകാം. എന്താണെന്നല്ലേ നമുക്ക് കാണാം. തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല, വൈറൽ ഫീവർ സ്റ്റിൽ കണ്ടിന്യൂയിങ്, നിങ്ങളും സൂക്ഷിക്കുക. ഓക്കെ, ഇത് ഗബ്രി കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ ഗബ്രിയൊക്കെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ഭാഗമായിട്ടൊരു സംഭവം നടന്നതാണ്. അവിടെ നടക്കുന്ന ഒരു ചുമ്മാ അവർ തമ്മിലൊരു ചിറ്റ് ചാറ്റ് പോലത്തെ ഒരു പരിപാടിയാണ്. ജസ്റ്റ് കേൾക്കാം. അപ്പോൾ പുള്ളി ഷൈൻ ടോം ചാക്കോ പറയുന്നത് സരസനാണ്, അതുപോലെ അതീവ ബുദ്ധിമാനും കൂടാണ്. പുള്ളി പറഞ്ഞത് അല്ല, ഭൂമി പരന്നിരുന്നെന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, ബുദ്ധിയിലായിട്ട് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, ഗബ്രി ഞാൻ ബാച്ചിലർ ആണെന്നോ ബാക്കി ഇവരെ കല്യാണം കഴിഞ്ഞവരാണെന്നൊക്കെ പറയുന്നു. അപ്പം ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. ഓക്കെ, അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അത് കമന്റ് ബോക്സിൽ ബാക്കി പറയും. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ ജീവിക്കുന്നതെന്ന്. ഓക്കെ, ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. അല്ല, ഇത് ഈ ജബ്രി കോംബോ അഥവാ ജാസ്മിൻ ഗബ്രി കോംബോ വന്നതിന് ശേഷം അതിനുശേഷം ആഫ്റ്റർ ഇവർ പുറത്തിറങ്ങിയതിന് ശേഷം ഇവരുടെ ഒരു വളരെ ഡീപ്പ് റിലേഷൻഷിപ്പ് അഥവാ ഫ്രണ്ട്ഷിപ്പ് അതൊരു നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പുറത്തിറങ്ങിയ ജാസ്മിന് വളരെയധികം നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കൂടെ നിന്ന ഒരാളാണ് ഈ പറഞ്ഞ ഗബ്രിയെ പല ആൾക്കാരും പല സമയങ്ങളിൽ നമുക്ക് പോലും വിമർശിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ അത്തരം ഒരു കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഗബ്രിയോടൊപ്പം തന്നെയാണ്, അഥവാ ജാസ്മിനോടൊപ്പം തന്നെയാണ്. പുള്ളി സ്റ്റിൽ ലുക്കിംഗ് ഫോർ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നു യാ എന്ന് പുള്ളി സംസാരിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് അവിടെ കഴിയട്ടെ. അത് ഗബ്രിയുടെ പേഴ്സണൽ ലൈഫാണ്, ഗബ്രിയുടെ തീരുമാനമാണ്, ജാസ്മിൻ്റെയും പേഴ്സണൽ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഒരുമിച്ച് നടന്നു എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ നമ്മളാരും നിൽക്കേണ്ട. ഓക്കെ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് 7634 പേര് ലൈക്ക് ചെയ്തേക്കുന്ന കമൻറ്റ്. അതിൻ്റെ താഴെയുണ്ട് അവൾക്ക് ഇതൊന്നും പുത്തരിയല്ല. ഓക്കെ, പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവൾ ബെസ്റ്റി യൂസ് ആൻഡ് ത്രോ, അവളുടെ കാടി.
അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇവനില്ല, ഇവൻ്റെ അക്കൗണ്ടിൽ അവളുമില്ല. ഓക്കെ, രണ്ടുപേരും തമ്മിൽ ചകടയായിരിക്കും. ജാസ്മിൻ ഡിസേർവ് ദിസ് എന്ന് പറയുന്നു. ഓക്കെ, നോ ഷീ ഡിസേർവ് ബെറ്റർ ദാൻ ദിസ് പെണ്ണുങ്ങൾ ടൈപ്പ് ഗൈ. ഓക്കെ, ഇതാരുടെ എന്ത് കമൻ്റാടേ. ഓക്കെ, ഒരു പെണ്ണിൻ്റെ ഒരു പടം കൊടുത്തിരിക്കുന്നു, ഒരു പെണ്ണാവണമെന്നില്ല. ഹീ ഡിസേർവ്സ് എ ഗുഡ് ഗേളോ. ഓക്കെ, പുള്ളിക്കാരൻ. നീയും ജാസ്മിനും തായ്ലാൻഡ് പോയത് ഹണിമൂൺ ട്രിപ്പ് അല്ലായിരുന്നു. എല്ലാവരുടെയും കമൻറ്റാണ്. കൊളാബ് ട്രിപ്പായത്, അവർ ഫ്രീ ആയിട്ട് ട്രിപ്പ് കൊളാബായി കിട്ടി, അങ്ങനെ പോയി. അതൊക്കെ ഹണി മാത്രം നോക്കി പോയതാണ്. ഇത്ര കാലം അവളെ കൊണ്ട് നടന്നു, ഇപ്പോൾ കളഞ്ഞോ? ഓക്കെ, എല്ലാവരുടെ ചോദ്യം കേട്ടോ. ജാസ്മിനായിട്ട് ഉള്ളത് എല്ലാവർക്കും അറിയാം. മോനെ നീ കിടന്ന് ഉരുളാതെ, ഗബ്രിയെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ആക്കി. അപ്പോൾ ജാസ്മിനും നമ്മുടെ ഗബ്രിയും തമ്മിലുള്ള ഇവരുടെ തമ്മിൽ പ്രൊഫൈലിലൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കുന്ന കമൻറ്റ് ബോക്സിലുള്ളത്. എനിക്ക് എന്തായാലും അത് ചെക്ക് ചെയ്യാൻ താല്പര്യമില്ല. അവരായി അവരുടെ പാടായി, വ്യക്തിപരമാണ് കേട്ടോ. ഇത് തീർത്തും ഞാനതാ പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ ഇവർക്കൊപ്പം നിൽക്കും. അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, അവരെങ്ങനെ ജീവിക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, സിറ്റുവേഷൻഷിപ്പ് നടക്കാറുണ്ട്, ലിവിങ് ടുഗദർ നടക്കാറുണ്ട്, മറ്റു തരത്തിലുള്ള താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ജെൻസി പിള്ളേർ പറയുന്ന പല വാക്കുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹോസ്റ്റിങ്ങും മറ്റതും മറിച്ചത് അതുപോലുള്ള പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഒരേ സമയം, ഒന്നിലധികം. സോ ഇതൊക്കെ വ്യക്തി അധിഷ്ഠിതമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ എടുക്കാം, അല്ലെങ്കിൽ വിട്ട് കളയാം. എന്തായാലും ഓരോ വ്യക്തികൾ അവരുടെ വ്യക്തി തീരുമാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് സമൂഹം അറിയപ്പെടുന്ന, ഇന്നും അവരെ ചുറ്റിപ്പറ്റി ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളൊരു ക്രെഡിബിലിറ്റിയുടെ കേസ് ഞാൻ പറയുന്നത്. ക്രെഡിബിലിറ്റി ഓക്കെ, അതൊരു വലിയ വാക്കാണ്, അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഒരു ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ജാസ്മിൻ പല സമയങ്ങളിൽ ആരോപണങ്ങൾ വന്ന സമയത്തും പല സമയങ്ങളിൽ ഈ പണ്ട് മറ്റേ വെളുക്കാൻ തേച്ച മറ്റേ വെളുത്തിട്ട് പാർന്ന ആ ഒരു പ്രോഡക്റ്റ് മുതൽ ഇങ്ങോട്ട് പലതും പല സാഹചര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ജാസ്മിൻ, അതിനുശേഷം വന്ന പലതരം അലിഗേഷൻ, അവസാനം വന്ന് മാപ്പ് പറയേണ്ടി വന്ന ജാസ്മിൻ പല സമയങ്ങളിൽ. അപ്പോൾ അതിനുശേഷമെങ്കിലും ഈ മനുഷ്യരോട് ഒരല്പം നീതിപൂർവ്വമായി പെരുമാറുമായിരുന്നു. ഇപ്പോൾ ഈ ജാസ്മിൻ്റെ ഈ വീഡിയോ പോലും എന്നെ കണ്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതെനിക്ക് അയച്ചു തന്ന ആൾ പറഞ്ഞു, ചേട്ടാ അതൊന്ന് കണ്ടു നോക്കണേ, ഇത് ഇത്തിരിയെങ്കിലും എത്തിക്സ് വേണ്ടേ, ഈ ആൾക്കാരോട് ഇത്തിരിയെങ്കിലും എത്തിക്സ് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. അത് നിങ്ങൾ പറ. ഇത് നമുക്കൊരാളോട് ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യാനോ, എനിക്കിവരെ പുറകെ നടന്ന്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്തറിയാം, എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷേ എന്താ പറയുക ഗൈസ്, എന്താ പറയുക, നമുക്ക് നോക്കാം. എന്താണ് ഓക്കെ, എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന, അതായത് എന്നെയല്ല ജാസ്മിനെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് ജാസ്മിൻ എന്തോ പറയാനുണ്ട്. ഓക്കെ, എന്താണ് ജാസ്മിൻ പറയും? ജാസ്മിൻ്റെ തൊട്ടേ ഫോളോ ചെയ്ത് വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ബേബി ഹെയർസ് വളരുന്ന ഒരാളല്ല ഞാൻ. എന്റെ മുടിക്ക് വോളിയം എന്ന് പറയുന്ന സാധനവുമില്ല. പക്ഷെ ഈ ഇടയായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര മുടി കൊഴിച്ചിലും ഇല്ല, എന്നാൽ എനിക്ക് കുറച്ച് ബേബി ഹെയർസ് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഈയിടെയായിട്ട് പുള്ളിക്കാരത്തിക്ക് ബേബി ഹെയർസ് മുമ്പ് വരത്തില്ലായിരുന്നു. ഈ ഇടയായിട്ട് പുള്ളിക്കാരത്തി എന്തോ ഒരു പ്രോഡക്റ്റ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബേബി ഹെയർസ് വരുന്നുണ്ട്. നോട്ട് ദ പോയിന്റ്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി അന്തങ്ങൾ ഇത് അവരൊക്കെ ചെയ്യുന്നതല്ലേ, ഇവരൊക്കെ ചെയ്യുന്നത്. എടാ, ഈ മറ്റേ ഇവനുണ്ടല്ലോ ഗോവിന്ദചാമിക്ക് ഇത് പറയാൻ പറ്റുമോ? ഗോവിന്ദചാമിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ മാത്രമല്ല പല ആൾക്കാരും പെണ്ണുങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുമോ? ഇതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങളോട് ചോദ്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ന്യായീകരിച്ച് മെഴുകിക്കോളൂ എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. ഏറ്റവും വലിയ റീസൺ, ഞാൻ കുറെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു ഏറ്റവും ഫേവറേറ്റ് ഇപ്പോ സെറം. ഇതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു 3-4 പമ്പ് മതി. അതിൽ കൂടുതൽ അടിക്കരുത്, അതിൽ കുറവ് അടിക്കരുത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഹെയർ ഫോൾസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും നല്ല രീതിയിൽ അതോടുകൂടി ഹെയർ ഫോൾസ് മാറും, നല്ല രീതിയിൽ ബേബി ഹെയർ വരും എന്നാണ് പുള്ളിക്കാരത്തി അവകാശപ്പെടുന്നത്. ബേബി ഹെയർസ് വളരാനും കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് ദിവസമായിട്ട് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന, ഇങ്ങോട്ട് നോക്കിയേ, കുറച്ച് ദിവസമായിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്ന ആളുടെ മുടിയാണ് ഏതാണ്ട് 1 ഇയറോളമായിട്ടും എൻ്റെ മുടി വളർന്നിരിക്കുന്നത് നിങ്ങൾ നോക്കണം. ഇവിടെ ബേബി ഹെയർസ് വളർന്നിരിക്കുന്ന പറഞ്ഞ സാധനം പുള്ളിക്കാരത്തി പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഉണ്ടായ ബേബി ഹെയർസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സംഭവം എന്തുവാടേ? അകത്തിരുന്നുണ്ട് മറ്റേ ഈ നൂഡിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേതുണ്ടല്ലോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ അകത്തിരുന്ന് മറ്റേ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുന്ന സാധനമാണോ, ഈ പുഷ് ചെയ്ത് വിടുന്ന സാധനമാണോ ഈ സാധനം നമ്മുടെ മുടി? നല്ല രീതിയിൽ ബേബി ഹെയർസ് വളരാനും കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒട്ടും സ്റ്റിക്കി ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത്രയും ബോട്ടിൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ബോട്ടിൽസ്? 2-4 ബോട്ടിൽസ് ഉപയോഗിച്ചപ്പോൾ പുള്ളിക്കാരത്തിൽ ബേബി ഹെയർസ് വന്നതാണ് കാണിച്ചത്. ഒരല്പം ഉളുപ്പ് വേണ്ടേ ജാസ്മിനെ? ഒരല്പം ഉളുപ്പ് വേണ്ടേ ജാസ്മിനെ?
ഈ ബോട്ടിൽ ഇത്രയും നിങ്ങൾ ഉപയോഗിച്ചെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ ബോട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും ബേബി ഹെയർ വന്നത് അത് കാരണമാണെന്നും നമ്മൾ വിശ്വസിക്കണം, അല്ലേ? ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ആ വായിച്ചതിൽ ചില മഹത്തായ എഴുത്തുകാർ എഴുതിയിട്ടുള്ള കുറച്ച് വാക്കുകളുടെ അകത്ത് അവർ മനന്നൊന്ന് ചില വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അവരുടെ ലൈഫിൻ്റെ അകത്ത് ചിലതൊക്കെ വിട്ടുപോയതും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചിലത് അടർത്തി എടുത്തുകൊണ്ട് പോയതും ഒക്കെയാണ്. പിൽക്കാലത്ത് ഇവർ ജീവച്ഛവങ്ങൾ പോലെ അല്ലെങ്കിൽ ഇവർ മറ്റൊരാൾ ട്രസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ജീവച്ഛവങ്ങൾ പോലെ ജീവിച്ചു തീർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് പിൽക്കാലത്ത് ഇവരെ വഞ്ചിച്ച പറ്റിച്ച ആൾക്കാർ പെട്ടെന്ന് വളർന്ന് കയറി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അപ്പോഴും ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മനുഷ്യ സ്ത്രീ വേദനയുടെ കൂമ്പാരത്തിൽ കിടക്കുമായിരിക്കും. അപ്പോഴും അവിടെയാണെങ്കിൽ ഇങ്ങനെ വളർച്ച മാത്രമേ ഉള്ളൂ വലിയ രീതിയിൽ. കാരണം ഇന്നൊരാൾ നാളെ മറ്റൊരാൾ മറ്റെന്നുള്ള രീതിയിൽ ഈ എഴുത്തിൻ്റെ അകത്ത് പല വ്യക്തികളിലേക്ക് പോകുന്നു. കാരണം വഞ്ചന, പറ്റിപ്പ്, മറ്റത് മറിച്ച് ചതി, ഈ സംഭവങ്ങളുടെ അതിനുശേഷം പിന്നീടൊരു സുപ്രഭാതത്തിൽ നോക്കുന്ന സമയത്ത് എവിടെയോ ഇതിനെക്കാട്ടിലും അപ്പുറം ഒരു അപജയം വന്ന് വീഴ്ചയിലേക്ക് പോയ സംഭവങ്ങൾ. ഈ കർമ്മയിലേക്കൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ധാരണയൊന്നുമില്ല. ഞാൻ സയൻറ്റിഫിക് ടെമ്പറിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കർമ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം ഇതെന്താ പറയുന്നത്, ഒരു വളരെ ഐറണി എന്ന് തോന്നാം. ബട്ട് ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഇത് എൻ്റെ വിശ്വാസം, പേഴ്സണൽ വിശ്വാസം. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ഒന്നും നല്ലതല്ല കുട്ടി. നിങ്ങൾക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. നിങ്ങൾക്ക് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായിട്ട് ആവശ്യം വരുന്ന ഒരു ആളായിരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾക്ക് മറ്റൊരു ജോലിക്ക് പകരം ഇങ്ങനെയൊക്കെയുള്ള പ്രൊമോഷനിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. അതും ആയിക്കോട്ടെ. ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ ഒരു പ്രൊമോഷന് ശേഷവും ഈ പുള്ളിക്കാരത്തി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന മറ്റേ പ്രോഡക്റ്റാണ് എന്നെ ഈ വീഡിയോ ചെയ്യിപ്പിക്കാനുള്ള പ്രേരിപ്പിച്ചത്. ഇത് ഇത്രയും ഉപയോഗിച്ചിട്ട് ഈ മുടി വളർന്നു എന്ന് പറയുന്ന ജാസ്മിൻ അടുത്ത നിമിഷത്തിൽ അടുത്തൊരു വീഡിയോ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഹെയർ എന്നോ ലിങ്ക് എന്നോ എന്തെങ്കിലും കമന്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചുതരാം. ടാറ്റ ബബ്ബി സി യു എവിടെ കേട്ടിട്ടുണ്ട്? ടാറ്റ ബബ്ബ സി യു, ടാറ്റ ബബ്ബൈ സി യു വേറെ എവിടെ കേട്ടിട്ടുണ്ട്? ഒരു കോവയ്ക്ക കറിയുടെ സ്ഥലത്ത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ. ഇതിന് ശേഷം തൊട്ടടുത്ത വീഡിയോ ഇത് ഇട്ടിട്ട് എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്ത് വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, ഞാൻ അറിയാതെ ഇത് 2 days എത്ര 1 വീക്ക് എഗോയാണേ ഈ വീഡിയോ വന്നേക്കുന്നത്. അടുത്തതിൻ്റെ തൊട്ടടുത്ത ശേഷം അടുത്ത വീഡിയോ കുറച്ച് ദിവസമായിട്ട്. ഓക്കെ, അടുത്ത വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോ 1 വീക്ക്, ഇതും 1 വീക്ക് ആയിട്ടുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ തന്നെ. നേരത്തെ സാധനത്തിന് വേറൊരു ബ്രാൻഡാണ്. അടുത്ത് നോക്കി കുറച്ച് ദിവസമായിട്ട് അടുത്ത ആൾ. നിങ്ങൾ എന്റെ കണ്ണിലൊരു കണ്ണാടി ശ്രദ്ധിക്കുന്നുണ്ടോ? കാഴ്ചയ്ക്ക് ഒരു അല്പം പ്രശ്നം വന്നു തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഈ കണ്ണൊന്നുകൊണ്ട് ഇവർക്കൊക്കെ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ ക്യൂട്ട്നെസ് വാരി മെഴുകി വളരെയധികം എന്താ പറയുക, ഒരു ഭയങ്കര എസ്തെറ്റിക്സിൻ്റെയൊക്കെ പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ മെഴുകി ആൾക്കാരെ ഇങ്ങനെ വിശ്വസിപ്പിക്കാനുള്ള പ്രത്യേകതരം കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പ്രത്യേക ഒരു സ്നേഹം കൊണ്ടൊക്കെയാണ് ഇവർ പറയുന്ന പല കാര്യങ്ങളും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നേരിട്ട് കണ്ടൊരു കാര്യം പറയാം. ഇന്നൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിരുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. ഞാൻ പറയുന്നില്ല പേര് പറഞ്ഞ ചിലപ്പോൾ പെട്ടെന്ന് ആ കുട്ടി കണ്ടാൽ ചിലപ്പോൾ വിഷമം തോന്നും. ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം വേറൊന്നുമില്ല, ആ കുട്ടിയുടെ മുഖം ഭയങ്കര വെളുത്തിട്ടാണ്. എന്നാലോ ഈ കഴുത്തിന് ഈ ഭാഗം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഭാഗവും കൈ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റ് കളറാണ്, അതായത് ഇരുനിറമാണ്. എന്തോ മുഖത്ത് മെർക്കുറി എന്തോ ലെഡൊക്കെ ഉള്ള സാധനം ഈ പറഞ്ഞ പ്രൊമോഷൻ എന്തൊക്കെ കണ്ടിട്ട് വാരി പൂശിയിട്ട് ആ മുഖം വെളുത്തിരിക്കുന്ന വെളുപ്പെന്ന് വെച്ചാൽ ഒരുമാതിരി വല്ലാത്തൊരു വെളുപ്പാണ്. അതും ശരീരത്തിൻ്റെ ഇപ്പുറത്തെ ഈ കഴുത്തിന് താഴെയുള്ള ഒരിതും ഈ കൈ വെട്ടുന്നത് യാതൊരു ബന്ധവുമില്ല. മുഖം മാത്രം വെളുപ്പിച്ച് വെച്ചേക്കുക. എന്തൊക്കെയോ കെമിക്കൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുള്ള സ്കിന്നിൻ്റെ നല്ലൊരു ഭാഗം പോയി എന്നതിൻ്റെ അർത്ഥം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഈ കാണിച്ച് ഈ കണ്ണാടി ഒന്നും മാറ്റിയിട്ട് ലെൻസ് ആക്കിയാൽ കൊള്ളാന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ ലെൻസ് കാർഡിലോട്ട് പോയി കണ്ണിന്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം പോരെ, അത് വെക്കുകയും വേണം കേട്ടോ. തിരിച്ച് ഫ്ലാറ്റിലെത്തി ഞാനും മാളും എന്തൊക്കെയോ സൊറ പറഞ്ഞിരിക്കുകയാണ്. കണ്ണാടി വെക്കുമ്പോൾ എനിക്കൊരു തള്ള ലുക്കുണ്ടെന്ന് മാളു വല്ലാതെ പറയുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ മുടി ചീപ്പുമ്പോൾ അവൾക്ക് നല്ല മുടി കൊഴിച്ചിലും. എൻ്റെ കണ്ണിനാണ് പ്രശ്നമെങ്കിൽ അവളുടെ മുടിക്കാണ് പ്രശ്നം. അവൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. പക്ഷെ അടിപൊളി മുടിയാണ് മാളുവിൻ്റെ. സോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു പ്രൊഡക്റ്റ് അവൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് യൂസ് ചെയ്യുന്നൊരു കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട മറ്റൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത ജാസ്മിൻ തന്നെ അടുത്ത് ചിന്തിക്കണം. നേരത്തെ പ്രോഡക്റ്റ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞ ജാസ്മിൻ അതിൻ്റെ 4 ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മളെ കാണിച്ച ബേബി ഹെയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 വീക്സ് 6 ആഴ്ചയോളം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പ്രോഡക്റ്റ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതേ വീക്കിൽ തന്നെ അടുത്ത വീഡിയോ ഹെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്തത് അതിൽ പറയുന്നത് 6 വീക്ക് ഞാൻ ഉപയോഗിച്ചെന്ന്.
അഥവാ ഇവർക്കൊക്കെ ടൈം ട്രാവൽ ചെയ്യാനുള്ള വല്ലാത്ത കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇന്ന് നിൽക്കുന്നു, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വേണമെങ്കിൽ ടൈം ട്രാവൽ ചെയ്തിട്ട് 2 ആഴ്ച 2 മാസം 2 വർഷത്തിൻ്റെ പുറകെ പോകും. പോയിട്ട് അവിടെ നിന്ന് യൂസ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വരും. നമുക്കത് പറ്റത്തില്ലല്ലോ. നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളത്തെ ദിവസം കഴിഞ്ഞാൽ മറ്റന്നാളേ ഉള്ളൂ, നമുക്ക് തിരിച്ചു പോക്കില്ല. ഇവർക്കതല്ല, ഇവർക്കൊക്കെ ടൈം ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. 6 വീക്സ് ഒന്നുകൂടെ കേട്ടോ. ചെക്ക് ചെയ്താൽ മാത്രം പോരെ, അത് വെക്കുകയും വേണം കേട്ടോ. തിരിച്ച് ഫ്ലാറ്റിലെത്തി ഞാനും മാളും എന്തൊക്കെയോ സൊറ പറഞ്ഞിരിക്കുകയാണ്. കണ്ണാടി വെക്കുമ്പോൾ എനിക്കൊരു തള്ള ലുക്ക് ഉണ്ടെന്ന് മാളു വല്ലാതെ പറയുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചളിയും ഈ വളിപ്പും ഈ പറഞ്ഞ ക്യൂട്ട്നെസ്സും മെഴുകലും ഒക്കെയാണ് ഈ പറഞ്ഞ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ. ഓക്കെ, ുമ്പോ അവക്ക് നല്ല മുടി കൊഴിച്ചിലും, എന്റെ കണ്ണിനാണ് പ്രശ്നമെങ്കിൽ അവളുടെ മുടിക്കാണ് പ്രശ്നം. അവൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. പക്ഷെ അടിപൊളി മുടിയാണ് മാളുവിന്റെ. സോ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്നൊരു പ്രൊഡക്റ്റ് അവൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഒട്ടും സ്റ്റിക്കിയോ ഓയിലോ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു മെറ്റൽ റോൾ ഓൺ ആപ്ലിക്കേറ്ററോട് കൂടി വരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള റോസ്മേരി, റെഡൻസിൽ, അനാഗെയിൻ, ആമിനെക്സൽ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു 3 മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ജസ്റ്റ് ഒരു പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ്. അടുത്ത് നേരത്തെ കാണിച്ച മറ്റേ ബേബി ഹെയർ ഇപ്പൊ കാണിച്ചിട്ട് അതേ ആഴ്ച വന്ന റിസൾട്ട്. കാരണം ഒരു മനുഷ്യൻ എങ്ങനെയാണ് 2 പ്രോഡക്റ്റ് ഒരു വീക്കിനിടയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് 2 സമയങ്ങളിലായിട്ട് ഈ ബേബി ഹെയർ ഒക്കെ വരുന്നത്. എടാ, ഇതൊക്കെ പറ്റിപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടും എന്തിനാടാ ഇതിലൊക്കെ ചെന്ന് വീണ്ടും വീഴുന്നത്? ലിങ്ക് കമന്റ് ചെയ്യുന്ന കുറേ എണ്ണം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാനിത് അവർക്ക് കൊടുക്കുന്നു. കൊണ്ട് പോട്ടെ പിശാശ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റിക്കിയും ഓയിലും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഹെയർ ഒന്നും മറ്റോ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഞങ്ങൾ കുറച്ച് നുണയും കൊതിയൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്ന് ഗൈസ്, ഹെയർ എന്ന് പറഞ്ഞിട്ടേക്കുന്ന ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ട്. കാരണം ഇതുപോലെ യൂസ് ആക്കിയ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ബട്ട് മുടി കൊഴിയല്ലാതെ ഒരു ഗുണവും ഇല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഹായ് സെൻഡ് ദ ലിങ്ക് ത്രൂ DM എന്ന് പറഞ്ഞിട്ട്. ഇല്ല മോളെ, ആരും ഇല്ല, ഞാൻ കുറേ യൂസ് ആക്കിയിന് എന്നൊക്കെ പറഞ്ഞേ. വല്ല പണിക്കും പൊയ്ക്കൂടെ, ആവാത്ത പണിക്ക് നിൽക്കരുത്, 2ന്റെ മോന്ത കണ്ടാൽ ചിരി വരുന്നു എന്ന് പറഞ്ഞു. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിനെ ന്യായീകരിക്കാൻ അടുത്ത ആൾ. നിനക്കൊന്നും പണിയില്ലാത്തതുകൊണ്ടാണോ? ഉള്ളത് കണ്ടാൽ പണയണം ശീലം. ഓക്കെ, എനിവേ സ്വന്തമായിട്ടും ജാസ്മിൻ ജാഫറൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പൈസ ഉണ്ടാക്കട്ടെ. ആ പൈസ കൊണ്ട് ഉണ്ടാക്കിയിട്ട് മണിമാളികകളും വലിയ വലിയ സാമ്പത്തിക അടിത്തറയും വലിയ വലിയ ഉയർച്ചകളും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മളൊക്കെ ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിച്ച് ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ നല്ലതായിട്ട് തന്നെ ഭവിക്കട്ടെ കേട്ടോ. കാര്യമായിട്ട് തന്നെ അങ്ങ് പറയുന്നതാണ്. നല്ലതായിട്ട് തന്നെ വരട്ടെ. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ ഇപ്പം ചതിയും വഞ്ചനയും മറ്റുള്ള സംഭവങ്ങളുടെ അതൊക്കെ ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രോഡക്റ്റുകൾ ഞാൻ എന്തായാലും വിൽക്കാൻ അവരെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടം സോ കോൾഡ് ക്യാൻസറസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ അന്തങ്ങളായിട്ട് അവരുടെ വാലാട്ടി നടക്കുന്ന, അവരുടെ കാല് നക്കി നടക്കുന്ന, അവരുടെ ഷൂ നക്കി നടക്കുന്ന ആൾക്കാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്കും ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് അവരുടെ അന്ധഭക്തി കാരണം നിങ്ങൾ അന്ധത മൂത്ത് അവർ പറയുന്നത് എല്ലാം വാരിപ്പൊത്തി വാരി തലയിലും തേച്ച് മുടിയും കളഞ്ഞ് ശരീരവും കളഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കി, ഗുരുതരമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കി, ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വിളിച്ചു വരുത്തി നിങ്ങളുടെ ശരീരത്തിന് മൊത്തം കൊല വിളിക്കുന്നതിന് മുമ്പ് ഒന്ന് ഓർക്കുക, നിങ്ങളുടെ തലച്ചോറിന് ചിന്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിയുണ്ട്. അത് വെച്ച് ചിന്തിക്കുക. ഇതൊന്നുമല്ല. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ വേണമെങ്കിൽ പോകൂ, ഒരു ഡോക്ടറെ കാണൂ, അവരെ കണ്ട് സംസാരിക്കൂ, കൺസൾട്ട് ചെയ്യൂ. അവർ പറഞ്ഞു തരും എന്തുപയോഗിക്കണം എന്തുപയോഗിക്കേണ്ടെന്ന്. അല്ലാതെ ഇതൊക്കെയല്ല നിങ്ങൾ ഒരു പരസ്യം കണ്ടിട്ട് ഇവരുടെയൊക്കെ പ്രൊമോഷൻ ഒക്കെ കണ്ടിട്ടൊക്കെ വാങ്ങിച്ചുപയോഗിക്കുന്ന സമയത്ത് നാളെ നിങ്ങളെ കാത്തിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല ഗൈസ്. ഇതൊക്കെ കുറേ കാലം കൊണ്ട് പറയുന്നതാണ്. പറഞ്ഞിട്ടും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ഗതികേടാണ് കേട്ടോ. എനിക്കിത് അയച്ചെന്ന അവിടെ നിന്ന് കിട്ടിയൊരു ഇത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാൻ ഇവർക്ക് ലജ്ജയുണ്ടോ, ഇച്ചിരി ഉളുപ്പുണ്ടോന്നാണ് എനിക്കിതിനെ ചോദിക്കാനുള്ളൂ. ജാസ്മിനെ ശരിയൊക്കെ ആവാം, ഉളുപ്പ്. മറുപടിയായിട്ടൊക്കെ വന്ന അടുത്ത മറുപടിയായിട്ടൊക്കെ ഉണ്ട്, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പം നമുക്ക് സംസാരിക്കും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.